പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. മൂന്നാമത്തെ സന്ദേശം രാജ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ഈശോ മാപ്പ് പോലെ തന്നെയാണ് ദർശനത്തിലുള്ളത്. ഈ നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ കുടുങ്ങിപ്പോയവരെ, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ പെട്ടുപോയവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, അതിനുവേണ്ടി ശ്രമിക്കുന്നവരെ, ആ രാജ്യത്തിലെ മൂലം നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമതകൾ, ചിലപ്പോൾ വാടക വീടിൽ തന്നെ താമസിക്കുന്നതായിരിക്കാം, അത് വലിയ വാടകയായി മാറിക്കാണുമായിരിക്കും. നിങ്ങൾക്കൊരു വീട് കിട്ടാൻ അന്വേഷിക്കുന്നുണ്ടാകാം, അത് കിട്ടുന്നില്ലായിരിക്കാം. അത് തന്നെ ആ വീടിൻ്റെ രാജ്യത്ത് തന്നെ ഉണ്ടാകുന്ന മാനസിക തകർച്ചയിൽ കഴിയുന്ന മാതാപിതാ ഭാര്യ ഭർത്താക്കന്മാർ, ജോലി രണ്ട് സ്ഥലത്തേക്ക് അവർ ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ബ്രോട്ടപ്പും അവരുടെ എഡ്യൂക്കേഷൻ സംബന്ധിക്കുന്ന വിഷയങ്ങൾ എല്ലാം ഈ സമയം സമർപ്പിക്കട്ടെ. അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ രാജ്യങ്ങൾ, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ അകപ്പെട്ട് ഇതുപോലെ അവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് ഒരു നിമിത്തങ്ങൾ കാണിച്ചു തന്നേ ഉള്ളൂ, കർത്താവ് ഒരു അടയാളം കാണിച്ചു തന്നേ ഉള്ളൂ. ആശ്ചര്യം മാത്രമല്ല, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലുള്ള മക്കൾക്കും ഇപ്പോഴും ഈ വിഷയത്തിൽ വെച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം അതായത് ഗവൺമെന്റ് ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പേപ്പർ ലഭിക്കാതിരിക്കുകയും നിങ്ങളുടെ അവിടുത്തെ ജോലി പരിങ്ങലായി ഇരിക്കുന്ന മുഴുവൻ സാഹചര്യങ്ങളെ പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഇപ്പോഴേ അങ്ങയുടെ നാമത്തിൽ കൈവർത്തിക്കൊണ്ട് അടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ വിവിധങ്ങളായ ജീവിത പ്രശ്നങ്ങളുമായി വേദനിക്കുന്നവരെ, ജോലി സംബന്ധമായ വിഷയങ്ങൾ വേദനിക്കുന്നവരെ, രോഗ സംബന്ധമായ വിഷയങ്ങൾ വേദനിക്കുന്നവരെ, കുടുംബപരമായ കാര്യങ്ങൾ വേദനിക്കുന്നവരെ, കുഞ്ഞുങ്ങൾ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വേദനിക്കുന്നവരെ, മുഴുവൻ ദോഷങ്ങളും തടസ്സങ്ങളും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലെ മാറിപ്പോകട്ടെ. സദയം തുടേണേ സുഖമായും എന്റെ ഉള്ളം അരികിൽ വരേണേ, അരികിൽ വരേണേ സദയം തുടേണേ സുഖമായും എന്റെ ഉള്ളം. ആദ്യം മുതൽ നമുക്ക് പാടാം. ഈ പാട്ടിന്റെ ആദ്യം മുതൽ പാടുക. ഹൃദയം മുഴുവൻ നേരം സദയം തുടേണേ സുഖമായി എന്റെ ഉള്ളം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെല്ലാം തന്നെ കൃപാസനത്തിലെ വലിയ വലിയ സാക്ഷ്യങ്ങളാണ് ആൾക്കാർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്കവാർക്കും എല്ലാ സാക്ഷ്യങ്ങൾക്കും തന്നെ 39,000, 34,000, 27,000 പേരൊക്കെ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പം അത്രയും നല്ല സാക്ഷ്യങ്ങളാണ്. അതിലൊരു സാക്ഷി ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, എല്ലാ സാക്ഷ്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു സാക്ഷ്യം ഒരു വലിയമ്മച്ച സാക്ഷിയാണ്. അപ്പം ഞാനത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സൈഡിലെ ആ സാക്ഷ്യം പറയുമ്പോൾ. അത് ഒരു കൊല്ലമോ 1.5 കൊല്ലമോ മുമ്പ് നടന്ന ഒരു വലിയ കാര്യമാണ്. ആലപ്പുഴയിൽ നിന്ന് വന്നൊരു സഹോദരിയാണ് ആ സാക്ഷ്യം പറഞ്ഞത്. അതിൻ്റെ വിഷയം ഞാനത് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സാക്ഷ്യമല്ല പറയാൻ പോകുന്നത്. ആ സാക്ഷ്യം നടന്ന ഒരു സാഹചര്യമുണ്ട്. അത് നമ്മൾ അറിയണമെങ്കിൽ ഇത് മർമ്മം എന്ന് പറയും. അതായത് അനുഗ്രഹത്തിൻ്റെ മർമ്മം. അനുഗ്രഹത്തിൻ്റെ മർമ്മം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹവും ആശ്വാസവും പ്രാപിക്കാൻ കഴിയും. അതായത് ഈ വിഷയം ഇതാണ്. ഒരു വല്യമ്മച്ചിയാണ്, എങ്ങനെ നല്ല വയസ്സ്, നല്ല പ്രായമുണ്ട്. അപ്പോൾ വല്യമ്മച്ചിക്ക് ഹാർട്ടിന് ബ്ലോക്ക്. അപ്പം അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അമ്മയുടെ പ്രഷർ ഡൗണായി. അപ്പോൾ വീണ്ടും ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തി. അത് പിന്നെയും തുന്നിക്കെട്ടി വീട്ടിൽ കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രഷർ ലോ ആയി. വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അപ്പോൾ ഡോക്ടർ മനസ്സിലാക്കി
ഈ ശ്വാസകോശത്തിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അത് വലിച്ചെടുത്തപ്പോൾ, സക്ക് ചെയ്തെടുത്തപ്പോൾ അതിൽ ബ്ലഡും ഉണ്ട്, പസ്സും ഉണ്ട്, പഴുപ്പും. അപ്പോൾ ഇൻഫെക്ഷനാണെന്ന് ഡോക്ടർ മനസ്സിലായി. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ നെഞ്ച് തുറക്കും. കാര്യം എന്താ കാര്യം വെച്ചാൽ ഈ ഇൻഫെക്ഷൻ, പഴുപ്പ് എല്ലാ എല്ലുകളിലേക്കും കയറിയിരിക്കുകയാണ്. ഇൻഫെക്ഷൻ എല്ലാ എല്ലുകളിലേക്കും കയറി. അപ്പോൾ പിന്നെ അവർ ചുരണ്ടിക്കളയാനുള്ള പറ്റത്തുള്ളൂ. ചുരണ്ടിക്കളയാൻ, അതാണ് പിന്നെ ഉള്ളൊരു മാർഗം. ഇവർക്ക് ഉറക്കമില്ല, ഇരിക്കാനും പറ്റത്തില്ല. നമുക്കറിയാമല്ലോ ഈ സിറ്റുവേഷൻസ്, ആളും പ്രായമുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം വന്ന് ഈ വിവരം പറഞ്ഞു, ഇങ്ങനെയാണ് അമ്മയുടെ അവസ്ഥയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയെ പേര് എടുത്ത് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം അന്ന് രാത്രി ഒരു വെളുത്ത കൈ അമ്മയെ സ്പർശിക്കും. പച്ച ഞരമ്പുള്ള വെളുത്ത കൈ, അവളൊക്കെയുള്ള കൈ. അപ്പോൾ അത് അമ്മ പറയണത് അത് പരിശുദ്ധ അമ്മയാണെന്നാണ് അമ്മ പറയണത്. പക്ഷേ അന്നൊരു കാര്യം സംഭവിച്ചു. കാര്യം മാസങ്ങളായിട്ട് ഉറങ്ങാൻ പറ്റാതിരുന്ന അമ്മ ഈ പരിശുദ്ധ അമ്മയുടെ ഈ തലോടോടുകൂടി നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അത് ഒരു അടയാളം കൊടുത്തതാണ്. അടയാളം ആദ്യത്തെ, ഇപ്പം അടയാളം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ഇരിക്കുന്നവർ ആദ്യം ചെറിയ സ്ലൈറ്റ് മിറക്കിൾ സംഭവിക്കുമ്പോൾ ഇത് ഇത്രയേ ഉള്ള, ഇത് ചെറിയൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയരുത്. അതാണ് ഞാനിത് പറയാൻ കാര്യം. ആദ്യം സ്ലൈറ്റ് മിറക്കിളായിട്ടാണ് സംഭവിക്കുന്നത്. ഒരു മേജർ മിറക്കിളിന് മുമ്പ് ഒരു സ്ലൈറ്റ് മിറക്കിൾ, വളരെ ചെറിയൊരു അടയാളം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും നമ്മൾ സീരിയസ് ആകണം ഈ വിഷയത്തിൽ. കാര്യം വേറെ ഒരു സാക്ഷി, കണ്ണൂരത്തെ ഒരു സാറിൻ്റെ ഒരു സാക്ഷിയുണ്ട്. ആ സാറിൻ്റെ സാക്ഷി ഈ ആഴ്ച നടന്നതാണ്. അതും 10,000-37,000 പേര് കണ്ട. അതായത് സാറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ടായ സാക്ഷ്യം, ജപമാല ചൊല്ലി മിഷൻ രാജ്യങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന കർത്തവ്യം. നമുക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അറിയാമല്ലോ, യേശുവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അതിനാണല്ലേ ഈ കൃപാസനം പത്രം വാങ്ങിച്ച് നമ്മൾ വിതരണം ചെയ്യണത്. ഇപ്പോഴും പത്രം ആൾക്കാർ വിതരണം ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. കൃപാസനത്തിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എൻ്റെ 5 ലക്ഷം പത്രമാണ് ഉണ്ടായിരുന്നത് ഇവിടെ. പക്ഷേ ആ പത്രത്തിൻ്റെ 70,000 ഉള്ളൂ. എല്ലാം ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് വരും. കാര്യം ശക്തമായ രീതിയിൽ ആൾക്കാർ പ്രേക്ഷിതപ്രവർത്തനം ചെയ്തിട്ടാണല്ല, വെറുതെ അല്ല. ഇങ്ങനെ നമ്മൾ ചൈതന്യത്തോടുകൂടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന 10,000-ങ്ങളുണ്ട്. അവർക്കതുപോലെ അടയാളങ്ങളാണ്. അപ്പോൾ ഈ സാർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്രം വാങ്ങിക്കുക മാത്രമല്ല, ഹൈസ്കൂൾ വാദ്യരാണ്. വീട് വിടാൻ തോറും കയറി ഇറങ്ങിയിട്ട് ജപമാലയും ചെല്ലും. ആൾക്കാരോട് കൃപാസന അമ്മയെക്കുറിച്ചൊക്കെ സംസാരിക്കും. അത് ഒരു 150 വീട്ടിൽ പ്രാവശ്യം സംസാരിച്ചു. പിന്നീട് ഒരു ഘട്ടത്തിൽ 350 പേരോട് സംസാരിച്ചു. കണ്ണൂരാണ്. അപ്പോഴേ ഇത് കഴിഞ്ഞിട്ട് സാറിന് കുറേ പ്രേക്ഷിത പ്രവർത്തനം കഴിഞ്ഞപ്പോൾ ഒരു 1076 ജപമാല ചെല്ലാനുള്ള ഒരു മിഷൻ എടുത്ത്. കാര്യം ഇപ്പോൾ സഭയ്ക്ക് ഒത്തിരിയേറെ പ്രയാസങ്ങളുടെ കാലമല്ലേ, എല്ലാ കാലങ്ങളിലും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ളവരാണ്, സമയമാണ്. അപ്പം നമ്മൾ നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ വിവാഹം, നമ്മുടെ കുഞ്ഞുങ്ങളെ കാനഡയിൽ കൊണ്ടുപോകണം, അവിടുന്ന് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് മാത്രം ഇരുന്നാൽ പണി കിട്ടാൻ പറ്റിയ കാലമാണിത്. കാര്യം നിങ്ങൾ ദൈവത്തെക്കുറിച്ചും ചിന്തിക്കണം. സഭ ഇന്ന് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ മീഡിയ തന്നെ കറക്റ്റ് നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മളെ ടാർഗറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മളെ തകർക്കാൻ വേണ്ടി ലക്ഷ്യമെടുക്കുകയാണ്. സിനിമയും അങ്ങനെയാണ്. ഓരോ കലാപം എന്നൊക്കെ പറഞ്ഞാൽ സിനിമ കിടക്കുന്നത്, അതിൻ്റെ ഉള്ളിലെല്ലാം ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. അത് സഭയെ തകർക്കാൻ വേണ്ടിയും ക്രൈസ്തവ സമൂഹത്തെ ഞെരിക്കാൻ വേണ്ടിയും ബോധപൂർവം സാത്താൻ അതിൻ്റെ പണിയെടുക്കുന്ന കാലത്ത് സഭയിൽ പ്രാർത്ഥനയുടെ ചൈതന്യം വർദ്ധിക്കണം. അപ്പോൾ ഈ സാറ് അതുപോലെ ഒരാളാണ്. 1076 ജപമാലയാണ് അമ്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്, ലോകസഭയ്ക്ക് വേണ്ടി. അപ്പം അങ്ങനെ തീക്ഷ്ണമായ പ്രാർത്ഥനയും തീക്ഷ്ണമായ ഭവന സന്ദർശനങ്ങളും അത് നോക്കണം. ഈ കോവിഡ് കാലത്തിലാണ്
ഞാനൊരു പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നുണ്ട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാനിവിടെ ചെല്ലുമ്പോൾ 9 പേരാണ് ഉള്ളത് ആ പള്ളിയിൽ. എന്നാൽ 100-400 പേര് വരണ പള്ളിയാണത്. അപ്പോൾ ഞാനവർക്ക് ഞങ്ങൾ കൊച്ചച്ചനും ഞാനും മാറി മാറി പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ 15 പേര് 12 പേരൊക്കെയാണ് ഉള്ളത്. ഞങ്ങൾ കൃപാസന അൾത്താറ് നിന്നാൽ തന്നെ ഞങ്ങൾക്ക് 10,000 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ 10,000 പേര് ഇട്ടിച്ചുമാണ് ഈ 9 പേർക്ക് വേണ്ടി പോണത്. അപ്പോൾ ഞാനവർക്ക് ഇത് ടാലി ആകണില്ലല്ലേ ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്, ഓരോരുത്തന്മാർ കൊറോണ ഉണ്ട് പോകല്ലേ എന്ന് പറഞ്ഞ് അമ്മമാരും പിള്ളേരും ഭർത്താവും എല്ലാം മക്കളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്, കാര്യം കൊറോണ കാലം എന്ന് പറയുന്നത് ഒരു അടിപൊളി കാലമാണ്. കാര്യം ദൈവത്തിൻ്റെ ആൾക്കാർ ആരാണ്, വയറിൻ്റെ സ്വന്തം ഉദരത്തിൻ്റെ ആൾക്കാർ ആരാണെന്ന് തിരിച്ചറിയണ കാലമാണ്. ഇപ്പം കൊറോണ ആയതുകൊണ്ട് തന്നെ ഇനി കുർബാനയ്ക്ക് പോകണ്ടല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ലൈവ് കുർബാന ഉണ്ടായിട്ട് മെത്രാച്ചന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ കാലത്ത് ദേവാലയത്തിൽ പോകാൻ പറ്റാത്തവർ ഓൺലൈനിലൂടെ കുർബാന കൂടണമെന്ന് മെത്രാച്ചന്മാർ കൽപ്പനയുണ്ട്. അപ്പോൾ എന്നിട്ട് അതുപോലും ചെയ്യാത്ത 1.5 കൊല്ലമായിട്ട് ഒരു കുർബാന പോലും പങ്കെടുക്കാത്ത എത്രയോ മക്കളുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ മിക്കവാറും തീരുമാനമാകാൻ പോകുന്നുണ്ട്. കാര്യം നിങ്ങൾ ഇക്കാലമല്ല ഇത്രയും അവസരങ്ങൾ ലഭിച്ചിട്ടും ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയത് കൊണ്ട് വചനം എന്താ പറയണത്? 1:28 റോമാലേഖനം 1:28 എന്നാ പറയണത്? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയതിനാൽ അവരെ അധമവികാരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇതൊരു വലിയ വചനമാണ്. കാര്യം മനുഷ്യൻ്റെ എല്ലാ ഫണ്ടമെൻ്റൽ അടിസ്ഥാന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താ? ഇതാണ്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി തോന്നുന്നു. മനുഷ്യ തോന്നാവുന്ന ഏറ്റവും വലിയ ഏറ്റവും അപകടകരമായ തോന്നൽ എന്താണ്? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി തോന്നും. അപ്പം ഈ സാറിന് അത് തോന്നില്ല. ഇത് ഈ കാലം ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ട കാലമായതുകൊണ്ടാണ് 1,150 ആദ്യം 150 വീട്, പിന്നെ 350 വീട്, ആദ്യം 150 ജപമാല, പിന്നീട് 1076 ജപമാല ചൊല്ലി വീടുകളിലെല്ലാം നടക്കുകയാണ് ഈ വാദ്യാർ. അപ്പോൾ ആദ്യം ഒരു അടയാളം ഉണ്ടായി. കുറേ നാളാക്കുമ്പോൾ ദൈവം ക്ഷമിക്കത്തില്ലേ? ദൈവത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് കുറേ നാളായി ഒരു മനുഷ്യൻ ദൈവമേന്നും പറഞ്ഞ് നടക്കുകയാണെങ്കിൽ ദൈവത്തിന് സത്യവും നീതിയും ഉള്ളത് കാരണം ദൈവം ആ വ്യക്തിയെ നോട്ട് ചെയ്യും. ആദ്യം ഈ സാറിൻ്റെ ജപമാല ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങി. ആദ്യം സംഭവിച്ചത് വീട്ടിലോട്ട് വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സുഗന്ധാഭിഷേകമായി. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ജപമാല തിളങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൃപാസനം മാതാവ് ഈ ചാര കളറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിന്നു. അത് കണ്ട് അത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നിങ്ങളത് കേൾക്കണം. കൃപാസനത്തിൻ്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ സാക്ഷ്യം. ജപമാല തിളങ്ങി, ആദ്യം സുഗന്ധാഭിഷേകം വന്നു, പിന്നെ ജപമാല തിളങ്ങി, പിന്നെ കൃപാസനം മാതാവ് ഇറങ്ങി വന്നു. അപ്പം ചെറിയ ആദ്യത്തെ അടയാളങ്ങൾ ചെറുതായിരിക്കും. അപ്പം ചെറുതായിരിക്കുമ്പോൾ പിന്നീട് ആ വലിയ അടയാളങ്ങളിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുപോവുകയാണ് ചെയ്യണത്. ഇതുപോലെ ഈ അമ്മച്ചിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ആദ്യം അമ്മച്ചിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച ഉടനെ മഞ്ഞുപോലത്തെ ഒരു കൈ വന്ന് അന്ന് രാത്രി അമ്മയെ സ്പർശിക്കും. ഇത് പച്ച ഞരമ്പുകളുള്ള കാതറിൻ ജോഷിയാണ് ആലപ്പുഴയിൽ നിന്ന് ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അമ്മച്ചിയുടെ മോളാ, ടീച്ചറാണ്. അതിസുന്ദരമായൊരു സാക്ഷ്യമാണ്. അപ്പോൾ ഈ പച്ച എപ്പോഴും എനിക്കറിയാം. പച്ച എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കാര്യം പച്ച മാതാവിൻ്റെ കളറാണ്. കാര്യം കൃപാസനം മാതാവിൻ്റെ കളറാണ് പച്ച. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ടത്. നമുക്കതിനൊക്കെ ഉടമ്പടിയിൽ ഞങ്ങൾ തരുന്ന ഒരു തിരി എന്താണ്? ഭയങ്കര പച്ച നിറമുള്ള തിരിയാണ് തരണത്. അതെന്നാ കാര്യം എന്നറിയോ? അതിനൊരു ചരിത്രമുണ്ട്. അതായത് ഞാൻ ഈ 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോഴേ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോഴേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അന്ന് 101ഓളം തിരികൾ വാങ്ങിച്ചായിരുന്നു. അത് 1/2 കിലോയുള്ള തിരിയാണ് വാങ്ങിച്ചത്.
എന്നിട്ട് ഇതുപോലെ 101 പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ കൊടുത്തിട്ട് പുന്നപ്പുറം മുതൽ കൊച്ചി വരെ വേണ്ടി കടലോരത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ. കടലോരത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ അമ്മ എന്നോട് പറഞ്ഞില്ല. പരിശുദ്ധാത്മാവാണ് എന്നോട് ഈ തിരി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് കടലോരത്ത് കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം പുന്നപ്പുറം തൊട്ട് കടലോരത്ത് വെച്ച് പ്രാർത്ഥിച്ച അനേകം മക്കൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചെല്ലാനത്ത് ചെല്ലുമ്പോൾ അച്ഛാ ഈ തിരി നമ്മുടെ തിരി ഞാൻ ഇവിടെ വെച്ചാൽ പ്രാർത്ഥിച്ചപ്പോൾ കടലൊടിയുന്ന സ്ഥലത്ത് വെച്ചിരിക്കണവർ അടച്ച് പ്രാർത്ഥിച്ചവരാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ സുനാമി വരണത്. ശരിക്കും പറഞ്ഞാൽ എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് പറ്റിയ അബദ്ധം വിവേചിക്കാൻ കഴിയാതെ പോയതാണ്. ഞാൻ വിചാരിച്ചത് ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി ആ അത്ഭുതം തീർന്നല്ലോ എന്നാ. അങ്ങനെയല്ല, ദുരന്തം എന്നെല്ലാം ഉണ്ട്, അന്നെല്ലാം കൃപാസന മാതാവ് പ്രസക്തമാണ്. കൃപാസന മാതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ഏതെല്ലാം വ്യക്തി ദുരന്തമുണ്ട്. ഇപ്പോൾ ആസ്ട്രേലിയ അമ്മ കാണിച്ചില്ലേ, ആസ്ട്രേലിയ ദുരന്തമാണ് ശരിക്കും. അവിടെ ജീവിക്കുന്ന മക്കൾക്ക് എന്ത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു? അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരിക്കണം നമ്മുടെ ആൾക്കാർക്ക് എന്ത് ജോലി സംബന്ധമായ ദുരന്തം എങ്ങനെ വരാമല്ലോ. നിയമപരമായിട്ട് രാജ്യത്തിന് നിയമം ചേഞ്ച് ചെയ്യുമ്പോൾ ദുരന്തം ഉണ്ടാകും. അപ്പോൾ എങ്ങനെ ദുരന്തം ഉണ്ടായാലും പ്രാർത്ഥിച്ചാൽ ദൈവം ആ മേഖലയിൽ ഇടപെടും എന്നുള്ള സൂചനയാണ് ആസ്ട്രേലിയ ഭൂഖണ്ഡം ഇപ്പോൾ കാണിച്ചുകൊണ്ട് അമ്മ സംസാരിച്ചത്. അപ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എക്കാലവും പ്രസക്തമാണെന്നുള്ള സംഭവം എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാനോർത്തത് അത് സുനാമിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മാത്രമാണല്ലോ, സുനാമി കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ ടേക്കപ്പ് ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങൾ വാടിപ്പെട്ട് ചെന്നപ്പോൾ അവിടെയും ഈ പച്ച മാതാവാണുള്ളത്. കാര്യം അമ്മയുടെ സാരിയുടെ നിറം പച്ചയാണ്, വാടിപ്പെട്ടില്ല. അവിടെ ചെന്ന അമ്മ എന്നോട് പറയണത്, നീ എത്ര സുന്ദരമായ രീതിയിലാണ് നിൻ്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇന്ന് വരെ നീ അത് ആരെയൊക്കെ പേടിച്ചടക്കി വെച്ചില്ലേ, അതിനൊക്കെ മരണം വരെ ഉത്തരിപ്പ് കടമായിരിക്കും, മരണം കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന്. അപ്പോൾ എനിക്ക് 5 മിനിറ്റിനുള്ളിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന അമ്മയെ രൂപം പ്രതിഷ്ഠിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയവരെല്ലാം വലിയ സാക്ഷ്യമുണ്ടായി. പിന്നീട് കൃപാസനം മാറിപ്പോയി, വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് മാറിപ്പോയി. കാര്യം എന്താണ്, ദൈവികമായ തിരുമനസ് ഇത്തിരി സാഹസ്യമാണെങ്കിലും ടേക്കപ്പ് ചെയ്ത് എടുത്തപ്പോൾ ദൈവം ഇങ്ങനെ കോരിക്കോരി ജനങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സഹോദരൻ, ഇവിടെ സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞേ, 2 മക്കബായ 5:19 ഒരു വചനമുണ്ട് അച്ഛാ. ഞാൻ എന്നാ ഇതാണ് വചനം. ഇതാണ്, ദൈവം ജനത്തെ തിരഞ്ഞെടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയല്ല ചെയ്യണത്, മറിച്ച് എന്താണ്, ദൈവം ജനത്തിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യണതെന്ന്. അടിപൊളി വചനമാണ്. അതായത് അതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതായത് ദൈവം ജനത്തെ തിരഞ്ഞെടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോകുകയൊക്കെ അല്ല ചെയ്യണത്, മറിച്ച് ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമെന്ന്. അതായത് ദൈവം 2 ശ്രുതിക്കട്ടെ മക്കളെ, യേശു സ്വസ്ഥം ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതാണ് 2 പത്രോസ് 5:19. അതായത് ദൈവം ജനത്തിന് വേണ്ടി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല. അപ്പോഴേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണിത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് വന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജനത്തിന് ദൈവാനുഗ്രഹം വരണം കാര്യം. ഇതുപോലെയാണ് എല്ലാ തീർത്ഥാടനങ്ങളും. അതായത് ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. ആർക്ക് വേണ്ടിയാണ്? ജനത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് വരുമ്പോൾ അവിടെ നടത്തുന്ന പ്രാർത്ഥനകളിൽ ദൈവം ആ മക്കളെ അനുഗ്രഹിക്കും. ഇപ്പം ഞാൻ ഈ രണ്ടാമത് ഈ അമ്മയെ കൊണ്ടുവരുമ്പോൾ അമ്മയാണ് പറഞ്ഞത്, മാതാവിനെ തൊട്ടു, പച്ച ഞരമ്പെന്ന് ഉള്ള സന്ദേശം കിട്ടിയപ്പോഴേക്കും മനസ്സിലായത് കൃപാസന മാതാവാണെന്ന്. കാര്യം പച്ച ഇങ്ങനെ കയറി വരുന്നുണ്ട് ഈ അമ്മയുടെ ചരിത്രത്തിൽ മുഴുവനും. കാര്യം ഞങ്ങളന്ന് കൊടുത്ത തിരി പച്ചത്തിരിയായിരുന്നു. പറഞ്ഞ പച്ചത്തിരി മേടിക്കണമെന്നല്ല, മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന തിരി 1/2 കിലോ ഉള്ള 100 തിരികളുണ്ട് 1/2 കിലോ ഉള്ള. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ആ പ്രത്യക്ഷീകരണം എന്തുമാത്രം സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുത്തു എന്നുള്ള എൻ്റെ സൂചനയല്ലേ അത്. അല്ലെ പിന്നെ ഒരു തിരിക്ക് 1/2 കിലോ ഉണ്ട്, ഒരു വ്യക്തിക്ക് കൊടുക്കണേ 1/2 കിലോ തിരി, ഫ്രീ ആയിട്ട് കൊടുക്കണേ, അല്ല കാശ് വാങ്ങിച്ച് കൊടുക്കുകയല്ല, ഫ്രീ ആയിട്ടൊരു വ്യക്തിക്ക് 1/2 കിലോ ഉള്ള തിരി കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ 1 മാസം പ്രാർത്ഥിക്കാനാണ് ഞാൻ പറഞ്ഞത്. 1 മാസം ഞാൻ വിജയകുമാരൻ കൂടെ വെള്ളാങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വിജയകുമാറിനെ അമ്മയ്ക്ക് ജ്ഞാനസ്നാനപ്പെടുത്തണം. പക്ഷെ വിജയകുമാറിനോട് നേരിട്ട് പറയാൻ പറ്റണില്ല.
എന്ത് ചെയ്തെന്നറിയാമോ? ഞാനും ഇതുപോലെ ആരാധന നടക്കുകയാണ്. 3 മണിക്ക് ആരാധന നടത്തുകയാണ്. അപ്പോൾ ആരാധന ഞങ്ങൾ ജപമാല ചൊല്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പടയെന്ന് ആരാധന കഴിഞ്ഞ് അച്ഛന്മാർ പോയെങ്കിലും ഞങ്ങൾ 4:30 വരെ അവിടെ നിന്ന് കൊന്തയില്ലുകയാണ്. അപ്പോഴൊരു പ്രാവ് മോളിൽ നിന്ന് വന്ന് ഇതുപോലെയുള്ള ഡോമിൽ നിന്ന് ഒരു തിരി കൊത്തിക്കൊണ്ട് പോയി. എന്നിട്ട് ഞാൻ മേലോട്ട് നോക്കിയിട്ട് ആ പ്രാവിനെ കണ്ടില്ല. വേറെ പ്രാവ് കൊണ്ടിരിപ്പുണ്ടായിരുന്നു. വിജയകുമാർ നോക്കിയിട്ടുണ്ടേ. കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പ്രാവ് കൊത്തിക്കൊണ്ടുപോയ തിരി മുകളിൽ നിന്ന് ആ ഡോമിൽ നിന്ന് പറന്ന് വന്ന് വിജയകുമാറിൻ്റെ തലയെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാം വിളിച്ചു, ഇതെന്ത് പരിപാടിയായിരുന്നു? അത് പച്ചത്തിരിയായിരുന്നു. ഇന്ന് ഉടമ്പടിക്ക് നിങ്ങൾക്കൊരു പച്ചത്തിരി തരുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവരെന്നാ പറയണത്? അമ്മ രാത്രി മഞ്ഞ് പോലത്തെ വെളുത്ത കൈയുമായിട്ട് സ്പർശിച്ചു. പച്ച ഞരമ്പുള്ള അമ്മയെന്നും. പച്ച നമുക്കറിയാം. ഇവിടെ പിട്ടാശത്തിനുണ്ടായിരുന്ന കാലത്ത് അച്ഛൻ കണ്ടുപിടിച്ചതാണത്. ഞാൻ ഉടമ്പടി പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ ഈ പച്ച എന്ന കളറിന് ഒരു അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാ അർത്ഥം വെച്ചാൽ അത് എല്ലാ 39 അധ്യായത്തിലെ എല്ലാം പ്രളയം കയറി എല്ലാം ചീഞ്ഞു പോയപ്പോഴേ, നോഹിൻ്റെ പെട്ടകത്തിൻ്റെ കാലത്ത് പ്രളയം കയറി എല്ലാം ചീഞ്ഞു പോയി. പച്ച എല്ലാ ഹരിതകങ്ങളും ദ്രവിച്ച് ചീഞ്ഞു പോയപ്പോഴേ ദൈവം പറഞ്ഞായിരുന്നു, ഞാൻ നിനക്കൊരു പച്ച വിരിപ്പുള്ള ഭൂമി തരുമെന്ന്. അതായത് എല്ലാം തകർന്ന് കഴിയുമ്പോഴേ അതിനെ പുനരുദ്ധരിക്കുകയാണ് പച്ചയുടെ നിറം. അത് ഞാൻ ചിന്തിച്ചു കൂടിയില്ല ശരിക്കും. ഉടമ്പടി പുസ്തകം എഴുതി കഴിയണ സമയത്ത് അച്ഛത് പറയണത്. പിന്നെ ആ വാചനം കൂടി ഉൽപ്പത്തി 9 അധ്യായം കൂടി കയറ്റി ഇതിൻ്റെ അകത്ത്. എന്താണ്? ഞാൻ നിനക്ക് ഹരിതാഭമായ ഒരു ഭൂമി തരുമെന്ന്. എപ്പോഴാണ്? പ്രളയം കയറി ചീഞ്ഞ് എല്ലാം നശിച്ചു കഴിയുമ്പോഴേ. ദൈവത്തിലെ രോഗം വന്ന് നശിച്ചാലും ശരി, അതുപോലെ തന്നെ സാമ്പത്തികം നശിച്ചാലും ശരി, ദൈവം നിൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കുന്ന കളറാണ് പച്ച. അതുകൊണ്ടാണ് ഈ പച്ചത്തിരി കത്തിച്ച് നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലണത്. ഉടമ്പടി പ്രാർത്ഥന നമ്മൾ ചെല്ലണത് പച്ചത്തിരി കത്തിച്ചാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നത് നീലത്തിരി കത്തിച്ചാണ്. അപ്പോൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബോധപൂർവം ചെയ്യുന്നവരാണ് ഇതിനനേകം മക്കൾ. അപ്പോൾ ഈ ചേച്ചി എന്ത് ചെയ്യുക വെച്ചാൽ, അമ്മച്ചിക്ക് ഉറക്കം കിട്ടിയല്ലോ. പച്ച ഞരമ്പുള്ള മാതാവിനെ കണ്ടപ്പോൾ അമ്മച്ചിക്ക് അമ്മച്ചിക്ക് ഉറക്കം കിട്ടിയല്ലോ. ഉറക്കം കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. കാര്യം വെച്ചാൽ ഈ അകത്തുള്ള അസ്ഥികളിലെല്ലാം ഇൻഫെക്ഷൻ കയറിയിട്ട് തോളെല്ലിൽ വരെ ഇൻഫെക്ഷൻ കയറിയിരിക്കുകയാണ്. ഞാനിവിടുത്തെ അമ്മച്ചിങ്ങനെ മരിക്കാൽ ജീവിച്ചെന്ന് ദൈവത്തിൻ്റെ അത്ഭുതം കാണിക്കാൻ വേണ്ടിയാണെന്ന് തോന്നണത്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ പിന്നീട് അവർക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ കണ്ടിട്ട് ഈ പസ്സില്ലേ, പതിരയുടെ ഉള്ളിലുള്ള അതായത് പതിരയുടെ ഉള്ളിലുള്ള പസ്, അതായത് പഴുപ്പും ചോരയില്ലേ, അത് എപ്പോഴും മാറ്റണമെങ്കിൽ ആശുപത്രി കിടക്കണ്ടേ. ഇപ്പോൾ സ്ഥിരം ആശുപത്രി എത്ര കാലം കിടക്കേണ്ടി വരും? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ ആശുപത്രി എത്ര കാലം കിടക്കേണ്ടി വരും എന്ന് അറിയത്തില്ല, അതുകൊണ്ട് നമുക്കൊരു മിഷൻ മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മിഷൻ ഉടനെ അമ്മച്ചിയുടെ നെഞ്ചിൽ മിഷൻ ഘടിപ്പിച്ചു. അപ്പോൾ മിഷൻ തന്നെ ഈ ചോരയും പഴുപ്പും കളക്ട് ചെയ്യും. 5 ദിവസം കൂടി ചെല്ലുമ്പോൾ ഈ മിഷൻ ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ട് വേറെ മിഷൻ വെക്കുകയോ ക്ലീൻ ചെയ്ത് കൊടുക്കുകയോ ചെയ്യും. പക്ഷേ ഇതെന്തൊരു ജീവിതമാണ്! കാര്യം മുഴുവനും മുക്കിലും വായിലും എല്ലായിടത്തും ട്യൂബൊക്കെ ഇട്ട് മുക്കിലും വായിലും എല്ലായിടത്തും ട്യൂബിട്ടിരിക്കണേ. അപ്പം അമ്മ പറഞ്ഞു, ഇനി എനിക്ക് പോയി അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛനൊരു മാന്ത്രിക ജോലിക്കാരനാണെന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കണത്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ്, അച്ഛനെ കുറിച്ചല്ല. അമ്മ പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചാൽ, ഞാൻ തൈക്കാട്ടുശ്ശേരി പള്ളിയുടെ കാര്യം അവർ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അത് ഓർക്കുന്നത് കൊണ്ടാണ്. തൈക്കാട്ടുശ്ശേരി പള്ളി അന്ന് നിറച്ച ആളാണ്. ഞാൻ കുർബാന അർപ്പിച്ചതിന് ശേഷം പരിശുദ്ധ കുർബാന, അന്ന് കോവിഡ് ഇല്ല കേട്ടോ, കുർബാന കൊടുത്ത് വരുമ്പോൾ സമയത്ത് ആനവാദിക്ക് വന്നപ്പോൾ ഒരു വീൽ ചെയറിൽ ഒരു അമ്മച്ചി ഇരിക്കണം. അപ്പോൾ അവരുടെ മുഴുവനും ശരീരത്തിൽ മുഴുവനും കൊമ്പും കോലും ഒക്കെ ഇട്ടിരിക്കുകയാണ്. അതായത് ഇത് എല്ലാവരും ട്യൂബാണ്, മുഴുവൻ ട്യൂബാണ്, അനങ്ങാൻ പാടില്ല. അപ്പോൾ ഞാനൊക്കെ ഈ അമ്മ ഇങ്ങനെ സർവൈവ് ചെയ്യണം. പക്ഷേ എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നിയപ്പോൾ എന്താ തോന്നിയറിയാമോ? അപ്പോൾ ഞാൻ ഈ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചിക്കാണെങ്കിൽ അവിടെ കുർബാന മുഴുവനും അമ്മച്ചവിടെ വന്ന കാര്യം അറിയാം, അമ്മച്ചി കൊണ്ടുവന്ന കാര്യം അറിയത്തില്ല. കാര്യം വീൽ ചെയറെ കാറെ കൊണ്ടുവന്നിട്ട് വീൽ ചെയറിലാക്കി വീൽ ചെയർ പൊക്കിക്കൊണ്ട് പള്ളി വെച്ചിരിക്കുകയാണ് ആളോടുകൂടി. ആ മക്കളെ ശരിക്കും അമ്മച്ചി നോക്കിയെന്നുള്ള കാര്യം വലിയ സത്യമാണ്. അപ്പോൾ ഞാൻ ഓർത്തി അമ്മച്ചി ഇനി ഒരു മിനിറ്റെങ്കിലും നമ്മളിവിടെ നിർത്തി താമസിപ്പിച്ച് കഴിഞ്ഞാൽ
വല്ല മനുഷ്യനല്ലേ, പ്രാഥമികമായുള്ള ആവശ്യം ഉണ്ടെങ്കിലൊക്കെ അമ്മച്ചി വിഷമിച്ചു പോകും. അമ്മച്ചി ഇത്രയും വേഗം കുർബാനയ്ക്ക് മുമ്പേ അമ്മച്ചിയെ പറഞ്ഞു വിടണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ, ഞാൻ ഈ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുർബാന ഉടുപ്പോടും കുർബാനയോടും കൂടി ഞാൻ അമ്മച്ചിയുടെ മുമ്പിൽ മുട്ടുകുത്തി. ആ പരിശുദ്ധ കുർബാനയുടെ കൂടി ഞാൻ അമ്മച്ചിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഒരു കൈ കൊണ്ട് എൻ്റെ കർത്താവിരിക്കല്ലേ എൻ്റെ കയ്യിൽ, ഒരു കൈ കൊണ്ട് ഞാൻ അമ്മയുടെ തലവെച്ച്. ഒരു കൈ എൻ്റെ കർത്താവിരിക്കുന്നുണ്ട്, ഞാൻ കുർബാന ഉടുപ്പോടെ നിൽക്കുകയാണ്. അമ്മച്ചിയുടെ മുമ്പ് ഞാൻ വീൽച്ചെയറിൻ്റെ ഇരിക്കണം, അമ്മച്ചിയുടെ മുമ്പ് മുട്ടുകുത്തിരിക്കുകയാണ്. ഞാൻ ഒരു കൈ കർത്താവിനെ പിടിച്ചിട്ട് ഒരു കൈ അമ്മച്ചിയുടെ തലയെ വെച്ച്. അപ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ എൻ്റെ കൈ കർത്താവ് ഉണ്ട്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ കുറച്ചൊരു എളുപ്പമാണ്. അപ്പോൾ അമ്മച്ചി താഴെ ഇരിക്കുന്ന കാരണം എനിക്കിങ്ങനെ മുകളിൽ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ നിന്നെയും പിടിച്ചുകൊണ്ടാണ് ഞാൻ അമ്മയുടെ തലയിൽ കൈവെക്കണത്, അത് മാത്രം നീ ഓർത്താൽ മതി. പ്രാർത്ഥന കഴിഞ്ഞു, വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല, വേറെ ഒരു പ്രാർത്ഥനയുമില്ല. കർത്താവേ നിന്നെയും പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കണത്, അത് മാത്രം നീ ഓർത്താൽ മതിയെന്ന്. ആ സാക്ഷ്യം എന്താണെന്നറിയാവോ, അതിനുശേഷം പെട്ടപ്പെടാന്ന് അമ്മയുടെ ഫ്ലൂയിഡ് വരവെല്ലാം നിന്ന് അമ്മച്ചിയെ ഞാൻ ഇപ്പം തന്നെ കൊണ്ടുപോയിക്കും, ഒരു കുഴപ്പമുണ്ടാകത്തില്ല, സാക്ഷ്യം പറഞ്ഞാൽ വരാൻ മതി, സാക്ഷ്യം പറയാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ഇത്രയും വിനയത്തോടെ എളിമയോടെ നീ കർത്താവിനെ ഏറ്റു പറഞ്ഞ കാരണം കർത്താവ് നിന്നെ ഒരിക്കലും ഡിസോൺ ചെയ്യത്തില്ല. ഈ വ്യക്തിയെ കർത്താവ് എന്ത് പൊല്യൂട്ടഡ് കേസായാലും സാക്ഷ്യം പറയിപ്പിക്കുമെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നേരിട്ടോട് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് സാക്ഷ്യം പറയാൻ വന്നാൽ മതിയെന്ന്. അത്രയും ധൈര്യതയാണ് പറയണത്, ആന്തരികമായ ബോധ്യമാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഫ്ലൂയിഡ് വരവ് നിന്ന് പതിരെ പഴുക്കുന്ന പരിപാടി നിന്ന് കുറച്ചായിട്ട് നിന്ന് ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ല, ഒരു ഫ്ലൂയിഡുമില്ലല്ലോ, പഴുപ്പുമില്ലല്ലോ, ചോരയുമില്ലല്ലോ, എല്ലാം വരണ്ടിരിക്കണേ, ഇനി മിഷൻ വേണ്ടെന്ന് പറഞ്ഞു. ഇതാണ് സാക്ഷ്യം. അതേ ഇതിൻ്റെ ശ്രുതിയുടെ മക്കളെ, ശ്രുതിയുടെ ഹല്ലേലൂയ, അമ്മയുടെ വലിയ സാന്നിധ്യം ഒരുപാട് സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങൾക്ക് അടയാളങ്ങളായി അങ്ങ് നൽകുന്നുവല്ലോ. ആ അമ്മയെ സുഖപ്പെടുത്തിയതുപോലെ ഇപ്പോൾ അനേകായിരം രോഗങ്ങളാൽ വലയുന്നവരിത് കാണുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൃപയാൽ ഈ രോഗങ്ങളൊക്കെ എടുത്ത് മാറ്റപ്പെടുവാൻ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ആരാധന, ഹൃദയം മുഴുകും നേരം എരിയും മെഴുതിരി പോലെ, ഹൃദയം മുഴുകും നേരം അരികിൽ സദയം തുടിനി സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരണേ, അരികിൽ വരണേ സദയം സുഖമായി എൻ്റെ ഉള്ളം, അരികിൽ സദയം തുടിനി സുഖമായി എൻ്റെ ഉള്ളം. അതായത് സഹോദരൻ, ഇതാണ് സംഭവം. അതായത് ഇതൊരു അനുഗ്രഹങ്ങളിലേക്കുള്ള ഒരു കുറുക്ക് വഴിയാണിത്. എന്താ വെച്ചാൽ ആർക്കും അനുഗ്രഹം പ്രാപിക്കാം, ആർക്കും അനുഗ്രഹം കൊടുക്കാം. എന്താ കാര്യം? ദൈവത്തെക്കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാകണം. ഇപ്പം എന്താ സംഭവം? ഞാൻ എന്ത് ചെയ്താണ് ഞാനിവിടെ മുട്ടി നിൽക്കാൻ കാരണം എന്താണ് കാരണം? എൻ്റെ കയ്യിലുള്ളത് കർത്താവാണെന്ന് ഞാൻ പ്രഖ്യാപിക്കണം. കാര്യം ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ റോമാലേഖനങ്ങളൊക്കെ ഇല്ലേ, വചനം നിൻ്റെ അധരത്തിലുണ്ട്, വചനം നിൻ്റെ അധരത്തിലുണ്ട്. 10:8 വായിക്കും, വചനം നിൻ്റെ അധരത്തിലുണ്ട്. പക്ഷേ അധരത്തിൽ വചനമുണ്ട്, എത്രയോ പേർക്കുണ്ട്? എല്ലാവർക്കും തന്നെ വചനത്തോട് ബന്ധമുള്ള എല്ലാവർക്കും തന്നെ അധരത്തിൽ വചനമുണ്ട്. പക്ഷേ അധരത്തിൽ വചനം ഉണ്ടായിട്ട് കാര്യമില്ല, 10:9 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ആ മിഷനല്ല കർത്താവ്,
ആ മിഷനാണ് കർത്താവെന്ന് നമ്മൾ ധരിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്കവിടെ മുട്ടുകുത്താൻ പറ്റത്തില്ല. ഇനി ആ മിഷൻ വെച്ച് ഡോക്ടറാണ് കർത്താവെന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ മുട്ടുകുത്താൻ പറ്റത്തില്ല. ഇവിടെ എന്താ പ്രശ്നം? യേശു കർത്താവാണെന്ന് നമ്മൾ വിശ്വസിക്കണം. കാര്യം പതിലെ പഴുപ്പുണ്ടെങ്കിലും ആ പഴുപ്പുണ്ടാക്കുന്ന ഇൻഫെക്ഷൻ്റെ സാഹചര്യങ്ങളുടെ മേലെല്ലാം കർത്താവായിരിക്കുന്നത് ആരാണ്? യേശുവാണ്. പതിരുടെയും പഴുപ്പിൻ്റെയും കർത്താവ് യേശുവാണ്. പഴുപ്പിനും പതിരയ്ക്കും മേലാണ് എൻ്റെ കർത്താവ് എന്ന് ഞാൻ എൻ്റെ അക്ഷരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ഹൃദയത്തിൽ വിശ്വസിച്ചു കൊണ്ടാണ് അവിടെ മുട്ടി നിൽക്കുന്നത്. മുട്ടി നിൽക്കുമ്പോൾ അതാണ് പറഞ്ഞ അനുഗ്രഹം പെട്ടെന്നാണ് ഒരു മനുഷ്യരിലേക്ക് വരുന്നത്. കാര്യം അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇറ്റ് ഈസ് ഓൺ യുവർ ലിപ്സ്, അനുഗ്രഹം നിൻ്റെ അക്ഷരത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യണം? അതാണ് 10:8. എന്ത് ചെയ്യണം? നീ അത് പ്രഖ്യാപിക്കണം. എന്ത് പ്രഖ്യാപിക്കണം? യേശു കർത്താവാണെന്ന് 10:9 റോമാലേഖനം അനുസരിച്ച് കൊണ്ട് പ്രഖ്യാപിക്കണം. വെറുതെ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഞാൻ തിരുവോസ്തിയും പിടിച്ചുകൊണ്ട് 100 മനുഷ്യരുടെ മുമ്പിൽ നടുക്കാണ് ഞാൻ മുട്ടി നിൽക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എൻ്റെ കർത്താവാണ് ഏറ്റുപറയുകയാണ്. അക്ഷരം കൊണ്ട് ഏറ്റുപറയുന്ന അവയവങ്ങളിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഞാൻ മുട്ടി നിൽക്കുമ്പോൾ എൻ്റെ അവയവങ്ങൾ അത് പ്രഖ്യാപിക്കണം. എന്താണ്? യേശുവാണ് കർത്താവെന്ന്. അപ്പോൾ യേശുവാണ് കർത്താവെന്ന് ഞാൻ പറഞ്ഞാൽ ദൈവം അവന് മരിച്ചവൻ ഉയർപ്പിച്ചവനാണ് അവനെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനവിടെ മുട്ടി നിന്നുകൊണ്ട് ഈ ചേച്ചിയോട് പറയണത്, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നിൻ്റെ നാമത്തിലാണ് ഞാൻ മുട്ടി നിൽക്കണമെന്ന് നീ ഓർത്താൽ മാത്രം മതിയെന്ന്. ബാക്കിയെല്ലാം വേണ്ട പോലെ നടന്നോളൂ എന്നാണ്. ഇതാണ്. അതായത് ദൈവത്തെ നമ്മൾ അംഗീകരിക്കുക. ഇവിടെ എല്ലായിടത്തും വരുന്നൊരു വിഷയം, പലർക്കും ദൈവത്തെ അംഗീകരിക്കുന്നതാണ് ഒരു പോരായ്മ. പൗലോസ് അത് പറയുന്നുണ്ട്. ശരിക്കും അത് നിസ്സാര പോരായ്മ അല്ല. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്നതാണ് ഒരു മനുഷ്യൻ്റെ ദുരന്തം. അപ്പോൾ നമ്മൾ റോമ 1:8 അല്ലെ 1:28 റോമ 1:28 വായിക്കണത് നിസ്സാര വചനമല്ല. എന്താണത്? ദൈവത്തെ, ഒരു മനുഷ്യൻ്റെ ദുരന്തം എന്താണ്? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയവർ കരുതിയ നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടു. പ്രശ്നം തീർന്ന്. കാര്യം സംരക്ഷണം പോവുകയാണ്. ഇത് അതായത് അധമവികാരങ്ങൾക്ക് അനുചിത പ്രവൃത്തികളും വരണ എന്താ കാര്യം? ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായിട്ടാണ്, കുറവായിട്ട് തോന്നി. ഒരു കുറവായിട്ട് തോന്നുമ്പോൾ എന്നാ പറ്റും? സംരക്ഷണം പോകും. കാര്യം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ? സംരക്ഷണമാണ്. ആ സംരക്ഷണം പോയി കഴിഞ്ഞാൽ പിന്നീട് അനുചിത പ്രവൃത്തികളുണ്ടാകും, ആത്മവികാരങ്ങളുണ്ടാകും. ഈ ആദ്യ പാപം മുതൽ ഇത് തന്നെ സംഭവം, പുതിയ കാര്യമല്ല ഇത്. ഇപ്പം ആദ്യ പാപം തന്നെ എന്താ സംഭവം? ഹവ്വായോട് എന്താ പറയണത്? ദൈവം പറഞ്ഞിട്ടുണ്ട്, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ പഴം കഴിക്കരുത് എന്ന് വേറെ ഒരു വചനത്തിനൊരു പ്രതിവചനം വന്നാൽ, ബദൽ വചനത്തിന് ബദൽ വചനം എപ്പോഴും വരും. നമ്മുടെ വീടുകളിലും ഉണ്ടാവും ബദൽ വചനം. അപ്പോൾ ഇന്ന് അയ്യോ ഇപ്പം പോയ എവങ്കേലി അച്ഛൻ വായിക്കണമെങ്കിൽ ഓടിയെത്താൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞ് ഒരാൾ കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ ആക്രാന്തം മൂത്ത് ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്ന മക്കൾ അല്ലെങ്കിൽ അപ്പം പറയും, ഇപ്പം എന്തിനാ പോണ, യൂട്യൂബിലാണെങ്കിൽ കുർബാനയുടെ കണ്ടാൽ മതിയല്ല എന്ന് പറയണം ബദൽ വചനം എന്ന് പറയണത്. അപ്പോൾ പോകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ചെടുത്ത് സാരി കൊടുക്കും. അങ്ങനെ അവസാനം എന്നാൽ പോയി, ഇനിയിപ്പോൾ സമയം പോയില്ല എന്ന് പറയുമ്പോൾ ഇതാണ് ബദൽ വചനം. ബദൽ വചനമാണ്. വചനം എപ്പോഴും കർത്താവ് ബദൽ വചനത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്. വചനത്തിന് എപ്പോഴും ബദൽ വചനം ഉണ്ടാവും. ആരെങ്കിലും കയറി ഒരു ഗോളടിക്കും. എന്താണ് ഒരു കവിള് പറയുന്നത് പറഞ്ഞല്ലേ? ആരെങ്കിലും കയറി ഒരു കവിള് പറയും. കർത്താവിൻ്റെ ഒരു കാലം എടുക്കുമ്പോൾ ആരെങ്കിലും കയറി ഒരു കവിളടിക്കും. അതിനാണ് ബദൽ വചനം എന്ന് പറയുന്നത്. ഇവിടെ അവാർഡ് കാര്യത്തിൽ പിശാചാരം കയറി കവിളടിക്കണത് എന്താ പറയുക? അതിൻ്റെ കൗണ്ടർ അടിക്കും. ഇപ്പം കൗണ്ടർ അടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ലോകത്ത് കൗണ്ടർ അടിക്കണത് പിശാചാണ്. എന്താ കാര്യം? ഹവ്വായോട് ചോദിക്കും, ദൈവം എന്ത് പറഞ്ഞു? ആ വചനത്തിനൊരു കൗണ്ടർ പറയും. എന്താ പറയണത്? നമുക്ക് വായിച്ചു നോക്കാം. ശ്രുതികട ഹല്ലേലൂയ. ഉൽപ്പത്തി 3:5 അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. നമുക്കത് ഉൽപ്പത്തി 3 തൊട്ട് വായിക്കാം. ഉൽപ്പത്തി 3 തൊട്ട് വായിച്ചേ.
ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഇതാണ് വചനം. അടുത്ത ഇനി കൗണ്ടർ ഉണ്ട് അതിൻ്റെ. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അതാണ് കൗണ്ടർ. എല്ലാ ദൈവവചനത്തിനും അതിൻ്റെ ബദൽ വചനങ്ങളുണ്ട്. ഈ ബദൽ വചനങ്ങൾ എടുക്കുന്നോ ദൈവവചനം എടുക്കുന്നോ അനുസരിച്ചാണ് നമ്മൾ വിശ്വാസിയോ അവിശ്വാസിയോ ആകുന്നത്. എല്ലാ വചനങ്ങളും ഉണ്ട്, അതിൻ്റെ ബദൽ വചനമുണ്ട്, കൗണ്ടറുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഉണ്ട് അതിൻ്റെ. എന്നിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ഓപ്ഷൻ പണ്ട് മുതലേ ഉള്ളത് നിയമാവർത്തനം നമ്മൾ വായിക്കുമ്പോഴേ 15-30 വായിക്കത്തില്ലേ? എന്താ പറയുന്നത്? ഇതാ ഞാൻ നന്മയും തിന്മയും വെള്ളവും തീയും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പം ഇത് ദൈവം വെക്കുന്നത് തന്നെയാണ് പിശാചിനെയും. അതാണ് പ്രശ്നം. അത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. അതായത് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. നിയമാവർത്തനം 30:15 വായിച്ചോളൂ. ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. അപ്പോഴിതാ സംഭവം, ജീവനും വെച്ചിട്ടുണ്ട്, നന്മയും വെച്ചിട്ടുണ്ട് ഒരു സൈഡിലെ. അടുത്ത സൈഡിൽ എന്താണ്? മരണവും തിന്മയും വെച്ചിട്ടുണ്ട്, ബദൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വചനം വെക്കണതും ബദൽ വചനം വെക്കണതും ആരാണ്? ദൈവം തന്നെയാണ്. അത് ബോധം, ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഉണ്ടെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ. അല്ല പിശാച് ദൈവത്തിനെതിരെ പോരാടുന്നെന്ന് പറയുമ്പോഴും ഈ പിശാചിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാ? ദൈവമാണ്. സംശയം എന്താ? അപ്പോഴേ ഈ ബദൽ വചനം വരുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സംഭവം ഒരുമിച്ച്, ഈ നിയമാവർത്തനം 30:15 വരുമ്പോൾ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ മുമ്പിലാണ്. എന്താണ്? ഇതാ ഞാൻ നന്മയും ജീവനും തിന്മയും മരണവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അവിടെയാണ് ആദും ഹവ്വായും പണിമേടിക്കുന്നത്. നമ്മുടെ ഇഷ്ടമാണ് പ്രശ്നം. കർത്താവിൻ്റെ കാലത്തും ഇത് പ്രശ്നമായി വന്നു. രണ്ട് വിഷയവും കർത്താവിൻ്റെ മുമ്പിൽ പീഡാസകന വേളയിൽ പൊങ്കാവനത്തിലെ ധ്യാനത്തിൽ വരുന്നുണ്ടോ? അതായത് അല്പം കൂടി നീട്ടി വാങ്ങിക്കാൻ വേണ്ടി ഒരിഷ്ടം, ഇത് മാറിപ്പോകാൻ വേണ്ടി, പാനപാത്രം മാറിപ്പോകാൻ വേണ്ടി ഒരിഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് വേറെ ഇഷ്ടം. രണ്ട് ഇഷ്ടമാണ്, വചനവും ബദൽ വചനവും. ഈ വചനവും ബദൽ വചനത്തിൻ്റെ ഇടയ്ക്ക് ഈശോ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോഴാണ് ഗ്രേസ് ഫോം ചെയ്യണത്, ഗ്രേസിൻ്റെ കൃപയുടെ കടലൊടിയണത്. കൃപ വറ്റിപ്പോണതും കൃപ കടലായി മാറണതും ഒറ്റ നിലപാടിൻ്റെ ഭാഗത്താണ്. ഇത് ആദ്യം മുതൽ അവസാനം വരെ തുടരുന്നുണ്ട്. നമ്മളെടുക്കുന്ന നിലപാടുകളാണ് പ്രശ്നം. നമ്മൾ വിചാരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് എന്ന് പാപങ്ങളുടെ മൂലകാരണങ്ങളെ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വലുതാണ് മനോഭാവങ്ങൾ, അഭിരുചികൾ, നിലപാടുകൾ, നയങ്ങൾ. നമ്മൾ പറയത്തില്ലായിരിക്കും, നമ്മൾ സ്വരത്തിൽ പറയത്തില്ലായിരിക്കും, പക്ഷേ ഉള്ളിലിരിപ്പ് പിശകായിരിക്കും. നമ്മൾ പറയത്തില്ലത്, പക്ഷെ അതിൻ്റെ ഉള്ളിലിരിപ്പ് പിശകായിരിക്കും. പല ആൾക്കാരും നശിക്കണത് അവിടെ ഉള്ളിലിരിപ്പ് കൊണ്ടാണ്. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ആങ്ങള ഗൾഫിൽ നിന്ന് വന്നു. അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ ആദ്യം എടുത്ത് അമ്മുവിന് ഡ്രസ്സ് കൊടുത്ത്. അപ്പോൾ അമ്മ പറയണേ എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയും. അപ്പോൾ നമ്മളെടുക്കും, അമ്മ എന്തൊരു ആശയടക്കമുള്ള കൊച്ചാണ്, പക്ഷേ അവളുടെ ഉള്ളിലിരിപ്പോൾ എന്താ? ഈ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അവൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ 10,000 രൂപയായിരിക്കും. അത് ചുമ്മാ കൊണ്ടുപോയി 4,000 രൂപ 2,000 രൂപ കളയേണ്ട കാര്യമില്ല. ഉള്ളിലിരിപ്പോൾ അവിടുത്തെ പ്രശ്നം. അവസാനം എന്നാ പറയും, ഇവർക്ക് 10,000 കിട്ടത്തില്ല, കിട്ടാനുള്ള ഉടുപ്പും പോയി, അത് കണ്ടാൽ കൊണ്ടുപോകും. അപ്പോൾ ഇവൾ ഫൈറ്റിന് വരും. അപ്പോൾ എന്താ പറയുക? അപ്പം നന്മയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഉള്ളിലിരിപ്പ് ഭയങ്കര പൊളിയായിരിക്കും. അപ്പോൾ മനുഷ്യൻ പണി മേടിക്കണ എപ്പോഴും എന്താണ്? ഉള്ളിലിരിപ്പ് കൊണ്ടാണ്. അതായത് നിലപാടുകൾ, മനോഭാവങ്ങൾ, അഭിരുചികൾ. ഈ അഭിരുചികൾ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്ന അഭിരുചിയാണ് നിനക്കുള്ളത്. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതി
നമുക്കറിയാമല്ലോ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയാൽ നമ്മൾ വേറെ ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടാകും. അതാണ് പ്രശ്നം. ദൈവത്തെ അംഗീകരിക്കണം. ഇപ്പം നിൻ്റെ വചനം നീ തെറ്റായ പ്രണയബന്ധത്തിലാണ്, അല്ലെ നീ ഒരു തെറ്റായ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ നിന്നോട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഇത് കൂദാശ ചെയ്യണില്ലേ? അപ്പോൾ ഇവൾക്ക് കൂദാശ ചെയ്യണില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞ അവൾ ചമ്മി അല്ലെങ്കിൽ പറഞ്ഞ ചെയ്യണം. അപ്പോൾ അച്ഛാ അങ്ങേർക്ക് ആദ്യമൊക്കെ അങ്ങേര് സമ്മതിക്കുമായിരുന്നു, ഇപ്പം സമ്മതിക്കണില്ലെന്ന് ആയിരിക്കും ചിലപ്പോൾ എന്നോട് പറയണത്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നോട് പറയും എന്താ പറയണത്? ഇവൾ അവൻ്റെ ജോലി അതുപോലെ തന്നെ അവൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ഇവൾ വിശ്വാസം പണയം വെച്ചവളാണ്. ഇവളാണ് അവൻ പറഞ്ഞിട്ട് പോലും അവൻ്റെ വിശ്വാസ കാര്യത്തിൽ താല്പര്യമില്ലാതെ ഇവൾ സൗന്ദര്യത്തിനും പണത്തിനും ജോലിക്കും പ്രാധാന്യം കൊടുത്താണ് വിശ്വാസം നഷ്ടപ്പെടുത്തിയത്. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പോകുന്ന പല പിഴച്ച പെണ്ണുങ്ങളും അവർ കാരണമാണ് ഭർത്താവ് വിശ്വാസം സ്വീകരിക്കാത്തത്. പക്ഷേ എന്താ എങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി പേര് വിശ്വാസം സ്വീകരിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ. അവരെന്താ കാര്യം? അവർ ജീവിത പങ്കാളി പറയുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ച് കർക്കശത്തിൽ കണ്ണീരോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സത്യമായ കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് തരും. അപ്പോൾ അവർ ചോദിക്കേണ്ട പോലെ ചോദിക്കാത്ത കൊണ്ടാണ് അവരുടെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും കർത്താവിനെ അറിയാതെ ഇന്ന് ജീവിക്കണതെങ്കിലേ അവരുടെ ആത്മാവും നിൻ്റെ ആത്മാവും നഷ്ടപ്പെടുന്നതിനെല്ലാം പരിഹാരം ചെയ്യേണ്ടി വരുന്നത് ആരാണ്? നീ ഒരാളാണ് ശരിക്കും. എന്താ അവിടെ തെറ്റ് സംഭവിച്ചത്? ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിനാൽ ഭർത്താവിൻ്റെ ജോലിയും വിവാഹവും ഭർത്താവിൻ്റെ ജോലിയും അവൻ്റെ കുടുംബവും ഒക്കെ വലിയ കാര്യമായിട്ട് കണ്ടു. കാര്യം അധമവികാരമായി. ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയെ കരുതിയാൽ ഓട്ടോമാറ്റിക്കായി അധമവികാരവും അനുചിതമായ പ്രവൃത്തികളും വരും. 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചോദിക്കുമ്പോൾ നേരെ അച്ഛാ ആദ്യമൊക്കെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തോന്നിയായിരുന്നു. അപ്പോൾ എന്താ, ഇവർ കോൺട്രാസെപ്ഷൻസൊക്കെ ഉപയോഗിച്ച് ജീവിക്കുകയാണ്. പ്രസവം നടന്നു കഴിഞ്ഞാൽ ഉടനെ വയറ് ചാടും, തന്തി ചാടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ ഒതുങ്ങിയ സ്ത്രീയായിട്ട് കാണപ്പെടാൻ വേണ്ടി ദൈവത്തെ അവർ അംഗീകരിച്ചില്ല. ദൈവത്തെ അംഗീകരിക്കണ പോരായ്മയെ കരുതിയാൽ അവർ കോൺട്രാസെപ്ഷൻസ് ഉപയോഗിക്കുകയാണ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുകയാണ്. അതാണ് അധമം. അതാണ് റോമ 1:28 പറയണത്. ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയെ തോന്നിയതിനാൽ അവർക്ക് അധമ വികാരങ്ങളുണ്ടായി. പിന്നെന്താണ്? അനുചിതമായ പ്രവൃത്തികളും ഉണ്ടായി. ഇതിവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. കാര്യം അമ്മ മാതാവിനെ നേരിട്ട് 2 പ്രാവശ്യം കണ്ട ആളാണ് ഞാൻ. നിങ്ങൾക്കൊക്കെ തോന്നണം എന്താ വെച്ചാൽ, ഇപ്പോൾ അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും അതുപോലെ തന്നെ നാട്ടുകാരായാലും ആരായാലും ഈ ദൈവികമായ കാര്യങ്ങൾ അഴകുഴമ്പ നിലപാടെടുക്കുന്നവർ ഓർക്കുക, ദേ ആർ നോട്ട് ഫീലിംഗ് ഗോഡ്. അവർ ദൈവത്തെ അനുഭവിക്കണില്ല. അവരതിന് പകരം വേറെ എന്തോ കാര്യങ്ങളൊക്കെയാണ് ആനക്കാര്യമായിട്ട് കാണുന്നത്. അതാണ് പൗലോസ് പറയണത്. ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയെ കരുതിയതിനാൽ അവർക്ക് അധമവികാരങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു. പ്രാർത്ഥിക്കുക, കർത്താവേ ആത്മാവിനെ അയക്കണമേ, അങ്ങേ അംഗീകരിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ, ലോകത്തോട് വിട പറയുവാൻ എന്നെ അനുഭവിക്കണമേ, എന്നെ അനുവദിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയെ മനസ്സിലാക്കുവാൻ കുരിശിൽ മരിച്ചൊരു നാഥ, സ്നേഹം ത്യാഗമെന്നോതി കുരിശിൽ മരിച്ചൊരു നാഥ, സുഖമായി അരികിൽ വരണേ, സുഖമായി ശ്രുതികടെ സദയം സുഖമായിടും എന്റെ നമ്മൾ ഉൽപ്പത്തിയിലേക്ക് വരുമ്പോഴേ ഉൽപ്പത്തി 4:3 3-ാം വാക്യവും 4-ാം വാക്യവും ഒരിക്കൽ കയീൻ തൻ്റെ വിളവിൽ
ഒരു ഭാഗം കർത്താവിന് കാഴ്ചയർപ്പിച്ചു. അതിനെക്കുറിച്ച് 34:3 34:4 പറയണത്, ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവിടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചയർപ്പിച്ചു. ഈ രണ്ട് കക്ഷികളും എന്താ ചെയ്യണത്? ഒരാൾ കാഴ്ചയർപ്പിക്കുന്നത് ഏറ്റവും നല്ല കടിഞ്ഞൂൽ കൊറ്റന്മാരെ എടുത്തിട്ട് അതിൻ്റെ കൊഴുപ്പ് അവൻ്റെ ദൈവത്തെ അവൻ അംഗീകരിച്ചുകൊണ്ടാണ് അവൻ ബലിയർപ്പിക്കുന്നത്. ആബേൽ. കായൻ പക്ഷേ അത്ര കണ്ട് അംഗീകാരം ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ ഒരു ഭാഗം എടുത്ത് സാധാരണ ലെവലിൽ. പക്ഷേ എന്താ പ്രശ്നത്തിൽ കായൻ്റെ ബലി എന്താ കുഴപ്പമുണ്ട്? എന്താ കുഴപ്പം? ശ്രുതികട ഹല്ലേലൂയ. കായന് എന്നാ കുഴപ്പം സംഭവിച്ചത്? കാര്യം നമ്മൾ റോമ 1:20 കണ്ടായിരുന്നു, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയതിനാൽ അവനെ അധമ വികാരങ്ങൾക്കും അനുചിതമായ പ്രവൃത്തികൾക്ക് ഏൽപ്പിച്ചു. കായൻ ദൈവത്തെ അംഗീകരിച്ചിട്ടില്ല. കായൻ്റെ പാപം അതാണ്. എന്നാ കൊടുത്തു എന്നല്ല പ്രശ്നം. ദൈവം എന്ത് ഇപ്പം ചില പറയും കായൻ വെജിറ്റബിളാണ് ദൈവത്തിന് കാഴ്ച വെച്ചത്, അത് ചീഞ്ഞതാണെന്ന്. അങ്ങനെയൊന്നും ബൈബിളില്ല. എന്താ പ്രശ്നം വെച്ചാൽ അവന് എന്താ കുഴപ്പം പറ്റി? എന്താ കാര്യം? കായൻ ദൈവത്തെ അംഗീകരിച്ചില്ല. റോമ 1:28 എന്താ പറയണത്? അതുകൊണ്ട് അധമ വികാരങ്ങൾക്കും അനുചിതമായ പ്രവൃത്തികൾക്കും ഏൽപ്പിച്ചു. അതാണ് സംഭവം. അതാണ് കായനെക്കുറിച്ച് 4:7 പറയണത്. എന്താണ്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകൃതനാവുകയില്ലേ. 4:7. അതാണ് കായനെക്കുറിച്ച് പറയണത്. കായൻ ദൈവത്തിന് മുമ്പ് കരഞ്ഞോ പറഞ്ഞപ്പോൾ ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകരിക്കുകയില്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? കായൻ ഉചിതമായി പ്രവർത്തിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? കായൻ റോമ 1:28 അനുസരിച്ച് അനുചിതമായി പ്രവർത്തിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? കായൻ റോമ 1:27 അനുസരിച്ച് കൊണ്ട് ദൈവത്തെ അംഗീകരിച്ചില്ല. അപ്പം ദൈവത്തെ അംഗീകരിക്കാത്തതാണ് കായൻ്റെ പ്രശ്നം. എല്ലാ കായന്മാരുടെയും പ്രശ്നം അതാണ്. ദൈവത്തെ നീ അംഗീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ വിധിച്ചിരിക്കുന്നു. എല്ലാ മേഖലകളിലും വരുമ്പോഴിതുണ്ട്. എല്ലാ വികാരങ്ങളിലും വിചാരങ്ങളിലും പ്രവൃത്തികളിലും ഉപേക്ഷകളിലും എല്ലാം അതിനെ പാപമാക്കണത് ദൈവത്തെ നീ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ്. നമുക്ക് ദൈവത്തെ അംഗീകരിക്കാതെ ഇവിടെ ജീവിക്കാം എന്ന് നമ്മൾ പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് കായൻ്റെയും ഹവ്വായുടെയും അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ യേശാവിൻ്റെയൊക്കെ കാലമാണ്. അപ്പോൾ ദൈവത്തെ എന്താണ് ആദ്യ പാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്താണ്? ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയെ കരുതുക. വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ അനുസരണക്കേടാണ് അതിനെന്നൊക്കെ പറയും. പക്ഷേ ബേസിക്കായിട്ട് വാട്ട് ഇസ് ഇറ്റ്? പാപം എങ്ങനെ രൂപപ്പെട്ട് വരുന്നോ? അപ്പം സ്വാഭാവികമായിട്ട് ഫിലിപ്പിയർ 4:19 ശ്രുതികട ഹല്ലേലൂയ. വലിയ കൃപ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. അതായത് ദൈവത്തെ ഒരു വ്യക്തി അംഗീകരിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും അയാൾ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടാവും. വെരി സിമ്പിൾ. പറഞ്ഞു മനസ്സിലായില്ലേ? ദൈവത്തെ ഒരു വ്യക്തി ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാൾ വേറെ ആരെങ്കിലും എന്തിനെങ്കിലും ദൈവത്തിൻ്റെ സ്ഥാനത്ത് അംഗീകരിക്കുന്നുണ്ടാകും. ഇപ്പം കായൻ അംഗീകരിച്ചത് എന്താണ്? കായൻ നല്ല വസ്തുക്കളൊക്കെ വേണ്ടി മാറ്റിവെച്ചിട്ട് ദൈവത്തിന് വേണ്ട അംഗീകാരവും ആദരവും ആരാധനയും കൊടുക്കാതെ കായൻ ബലിയർപ്പിച്ചു. അത് ദൈവതിരുസന്നിധി. അതാണ് ദൈവം ചോദിക്കണത് 4:7 ഉചിതമായി ചെയ്താൽ നീയും സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന് ചോദിക്കണത് അങ്ങനെയാണ്. അപ്പോൾ ഇത് എവിടെയാണ് ചെന്ന് അവസാനിക്കണമെന്ന് ചോദിച്ചാൽ, അതായത് ദൈവത്തെ അംഗീകരിക്കണത് ഒരു പോരായ്മയെ കരുതിയാൽ അനുചിതമായ പ്രവർത്തനങ്ങൾ വരും. ഇപ്പോൾ ഒരാൾ ശ്രദ്ധിക്കുക, അതായത് ഒരാൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ വേറെ ആരെയോ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്.
ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിക്കണില്ല. അതാണ് ഫിലിപ്പിയർ 3:19 പറയണത്, ഉദരമാണ് അവരുടെ ദൈവമെന്ന്. അങ്ങനെയുണ്ട് പരിപാടി, തീർന്നില്ലേ? ഈ ഉദരം കയറി വരുന്നുണ്ടേ എല്ലായിടത്തും. അവ പഴം തിന്നത് ഉദരപ്രശ്നമല്ലേ? അല്ലേ? കായൻ മോശമായത് നല്ലത് അയാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ഉദരപ്രശ്നമല്ലേ? ഇനി ഏശാവിൻ്റെ കാര്യം അത് തന്നെയല്ലേ ഉദരം? പായസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ 25-32 ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താണ്? അതും ഉദരമാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സത്യദൈവം അല്ലെങ്കിൽ ഉദര ദൈവം, ഏത് നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. കാര്യം ബേസിക്കായിട്ട് സ്റ്റമക്കൊരു വിഷയം തന്നെയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവ് പീഡാനുഭവത്തിലേക്ക് വരുമ്പോൾ പിതാവ് കർത്താവിനോട് ചോദിച്ച ഇതാണ്, ഉദരം നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് പറയാൻ ഈശോക്ക് പറ്റില്ല. കാര്യം ഇല്ലെന്ന് പറയാനുള്ള അടിസ്ഥാന അനുഭവങ്ങളില്ലാഞ്ഞ കാരണം പിതാവായ ദൈവം പറഞ്ഞു, നീ മരുഭൂമിയിലോട്ട് പോ, കുറേ നാൾ വിശന്നുകൊണ്ട് അവിടെ ഇരിക്കുക, ഞാനൊരു കക്ഷിയെ പറഞ്ഞു വിടാം. അതാണ് സംഭവം. കക്ഷിയെ പറഞ്ഞു വിടുകയാണേ. എന്നിട്ട് ചോദിക്കും, ഈ കല്ലുകളെ അപ്പമാക്കാൻ കൽപ്പിക്കുമോ? ഉദരമാണ് ദൈവമെന്ന്. ആ ഉദരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആദ്യ പാപം തൊട്ട് അതിന് പാപത്തിന് പരിഹാരം ചെയ്യാമെന്ന യേശുവിൻ്റെ കാലം വരെ ഉദരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തോട് ബന്ധപ്പെട്ട എല്ലാം എന്നതിൻ്റെ അർത്ഥം. ഇപ്പം ശരീരത്തോട് ബന്ധപ്പെട്ട എല്ലാം എന്നതിൻ്റെ അർത്ഥം സ്റ്റമക്ക്. ഇപ്പോൾ ബൈബിളിൽ ബ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന് ആവശ്യമായ എല്ലാം എന്നതിൻ്റെ അർത്ഥം. ബൈബിളിൽ ഉദരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരം. ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയാണ്. രണ്ടിനെയും ദൈവം നശിപ്പിക്കുമെന്ന് പറയും. കാര്യം എന്താണ്? നമ്മളുടെ നാശം ഇപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്താ കാര്യം? ദൈവത്തിനെ അംഗീകരിക്കേണ്ട പോരായ്മയെ കരുതിയാൽ തീർച്ചയായിട്ടും ഉദരത്തിനെ അവർക്ക് പ്രധാനപ്പെട്ട കാര്യമായിട്ട് അംഗീകരിക്കേണ്ടി വരും. ഉദരത്തിന് അവർക്ക് ഇപ്പോൾ ദാനധർമ്മം ചെയ്യാത്തവരില്ലേ? അതിന് കുറേ കുഞ്ഞായ്മകൾ പറഞ്ഞിട്ട് എന്നാത്തിനാ ദാനധർമ്മം ചെയ്യണമെന്ന് ചോദിക്കണവരില്ലേ? ഇപ്പോൾ ചിലർക്ക് ദാനം ചെയ്യണം എന്തിനാണ്? അവർ കള്ള കുടിച്ച് കളയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാതിരിക്കുന്നവരില്ല. അവരുടെ എന്താണ്? 10 പൈസ കൂടുതലുണ്ടായാൽ അവിടെ ഉദരത്തിന് കൊള്ളാവുന്നതാണ്. എല്ലാം അങ്ങനെ സംഭവം പോണത്. ഇത് നീ ദൈവത്തെ അംഗീകരിക്കണത് അതാ ദൈവം ഒരു വ്യക്തി എന്ന രീതിയിൽ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് പറയണ അല്ല പ്രശ്നം. എല്ലാവരും നമുക്ക് തോന്നും ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു തെസിസ്റ്റാണ് അതൊന്നും അല്ല. ദൈവത്തെ അംഗീകരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ യു മെറ്റീരിയൽ ഓർ നോട്ട്? നിങ്ങൾ ഒരു ജഡിക പ്രകൃതിയുള്ള ആളാണോ അല്ലയോ? ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്ന ആളാണോ അല്ലയോ? ദൈവത്തിന് 1ാം സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ചിന്തകൾ, തീരുമാനങ്ങളിലൊക്കെ, നടപടികളിലെല്ലാം ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അമേരിക്കയിലെ പെണ്ണുങ്ങൾ എന്താണ് ആദ്യം പറഞ്ഞത്? അബോർഷൻ. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിന് കുർബാന കൊടുത്തോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. കൊടുത്തില്ലെന്നാണ് കഴിഞ്ഞ കാലങ്ങൾ വരെ അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്താ കാര്യം? അയാൾ അബോർഷനെ അനുകൂലിക്കുന്നു. അബോർഷനെ അനുകൂലിക്കണം എന്തുകൊണ്ടാണ്? കൊറോണ കഴിഞ്ഞപ്പോൾ, കൊറോണ 2 ആഴ്ചത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ ട്രംപ് എന്നാ പറഞ്ഞത്? ആദ്യം തുറന്നത് എന്താണ്? കേരളത്തിൽ തുറന്നത് ബാറാണ്. പക്ഷെ അമേരിക്ക തുറന്നത് എന്താണ്? അബോർഷൻ ക്ലിനിക്സാണ് തുറന്നത്. വ്യത്യാസം കണ്ടില്ലേ? ഒന്ന് വെള്ളമടി, മറ്റത് വ്യഭിചാരം. 2 രാജ്യങ്ങൾ. ഇതാണ് സംഭവം. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതുന്ന മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ അമേരിക്കൻ പെണ്ണുങ്ങൾ എന്നാ പറയണത്? അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുന്ന പെണ്ണുങ്ങൾ, അവരുടെ കൂടെ പോകുന്ന പെണ്ണുങ്ങൾ എന്നാ പറയണത്? മൈ ബോഡി ഈസ് മൈ റൈറ്റ്. എൻ്റെ ശരീരം എൻ്റെ അവകാശമാണെന്നാണ്. എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. അവിടെ എനിക്കിഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ അവിടെ ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതുകയാണ്. ഇതുതന്നെയാണ് ഓരോ കേസുകളും വരണത്. ദൈവത്തെ അംഗീകരിക്കുന്നവർ നിത്യതയെ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ദൈവത്തെ അംഗീകരിക്കണില്ലെങ്കിൽ നിത്യതയും അംഗീകരിക്കുന്നില്ല. പിന്നെ എന്താണ് അവർ അംഗീകരിക്കണത്? ഈ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് ഫിലിപ്പിയർ 3:20 പറയണത്, ഉദരമാണ് അവരുടെ ദൈവം. ദൈവം ഉദരത്തെയും നശിപ്പിക്കും, ശരീരത്തെയും നശിപ്പിക്കുമെന്നാണ്. കാരണം നിത്യതയിലൊന്നും നിലനിൽക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു കർത്താവ് വിശ്വാസമെന്ന് പറയണത് ഒരു നിലപാടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റോമ 3:8 എന്താ പറഞ്ഞത്? വചനം നിങ്ങളുടെ അധരത്തിലുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ 3:9 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം.
ഏറ്റുപറയണം എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗീകരിക്കണം. ആരംഗീകരിക്കണം? യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, യേശുവിനെ കർത്താവായി അംഗീകരിച്ച് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവൻ നിത്യതയിലെ എന്നോടുകൂടി വാഴുമെന്ന് പറഞ്ഞ ജീവിതത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ എനിക്ക് ആന്തരികമായ ബോധ്യങ്ങൾ നൽകണമേ. ഹല്ലേലൂയ. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥാ. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥാ. അരികിൽ വരേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിമിഷം മൗനമായി നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗമുള്ള ഇടത്തെല്ലാം ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉദരരോഗമുള്ളവർ അടിവയറ്റ് കൈവെക്കുന്നു. ശ്വാസകോശ രോഗമുള്ളവരെ നെഞ്ചിലേക്ക് കൈവെക്കുന്നു. തൊണ്ട രോഗമുള്ളവരെ തൊണ്ടയിൽ കൈവെക്കുന്നു. ശിരസംബന്ധമായ രോഗമുള്ളവർ നെറ്റിയിൽ കൈവെക്കണം. കണ്ണിന് കാഴ്ച കുറവുള്ളവരെ, ഡബിൾ വിഷനൊക്കെ ഉള്ളവരെ കണ്ണടയൊക്കെ മാറ്റിയിട്ട് കണ്ണിനെ കൈവച്ച് പ്രാർത്ഥിക്കണം. ആ ശക്തമായ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ രോഗികളെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകമായി ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ സൗഖ്യത്തിലേക്ക് ആനയിക്കണമേ. സാക്ഷികളായി ഉയർത്തണമേ. ഹല്ലേലൂയ. 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 സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. കർത്താവേ, ഞാൻ നിന്റെ ഉന്നതമായ നാമത്തിലെ കൈനീട്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ ചെകിടനെ കേൾവി നൽകിയവനെ, കർത്താവേ ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവേ മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ തടവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവെ നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവെ നിന്റെ വിശുദ്ധമായ രക്തം കഴുകണ പ്രാർത്ഥി കർത്താവെ, ഈശോ മരുന്ന് ലേപനമല്ല കർത്താവെ, അങ്ങനെ വചനമായുള്ള മക്കൾ സുഖപ്പെടുന്ന കർത്താവെ, വചനത്തിന്റെ കർത്താ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. സദയം തുടരേ സുഖമായി എൻ്റെ പാടുക. അരികിൽ വരേ സദയം തുടരേ സുഖമായി എൻ്റെ പരിശുദ്ധ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബ്രെഡ് പോലെ 2 ലെയർ കൊഴുപ്പ് കെട്ടിയ ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട് കർത്താവ്. ശരീരത്തിൽ ബ്രെഡ് പോലെ ഇങ്ങനെ ലെയർ പോലെ ഇരിക്കണം എന്നാണ് പറയണത്. നെയ്യോ കൊളസ്ട്രോളോ വേറെ എന്തെങ്കിലും പോലെ, അതായത് അവയവങ്ങളുടെ പ്രത്യേകത ഇങ്ങനെ ലെയർ പോലെ ഇരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പൊ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സദയം സുഖമായി സദയം സുഖമായി ദിവ്യകാരുണ്യത്തിന് ശരീരത്തിൽ മുഴുവൻ കുരുക്കളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുപോലെ ഡബിൾ മുണ്ടെടുക്കും, പ്രായമുണ്ട്, വെളുത്ത ശരീരമാണ്, പൊക്കമുണ്ട്, കോലച്ച ശരീരമാണ്, സ്ലിമായിട്ടുള്ള ആളാണ്, എപ്പോഴും വൈറ്റാണ് ഉപയോഗിക്കുന്നത്, ബ്ലാക്ക് ആയിട്ടുള്ള ഷൂസ് ഉപയോഗിക്കുന്നു, മുണ്ടിൻ്റെ കൂടെ ഷൂസാണ് ഉപയോഗിക്കുന്നത്. ഇടത് കാലിന് ഉപ്പ് കുറ്റിക്ക് വേദനയും അത് ഗൂഢമായ ചില രോഗങ്ങളുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെയുള്ള എല്ലാ വ്യക്തികളും ഇതുപോലെ കാലിന് വേദനയുള്ള, നടക്കാൻ പറ്റണില്ല, യാത്ര മുടങ്ങിയിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കാലിന് കർത്താവെ, വേദന ഉള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അസ്ഥി ഉന്തിയവരെ, അസ്ഥി വളരുന്നവരെ, അസ്ഥി കർത്താവെ, തേയ്മാനം ഉള്ളവരെ, നടക്കാൻ പറ്റാത്തവരെ, ഈശോ അങ്ങനെയുള്ള എല്ലാ കാലുകളെയും കർത്താവെ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്തുവിന്റെ അടയാള ദൈവശക്തിയാൽ സൗഖ്യമാകേണ്ടത് പ്രാർത്ഥിക്കുന്ന അരികിൽ വരണേ, സദയം സുഖമായി ഞരമ്പ് പിടച്ചു നിൽക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോ. അതുപോലെ തന്നെ ദശ വളരുന്നവരെ ശരീരത്തിന് വ്യത്യാസമായ ഭാഗങ്ങളിൽ ദശ വളരുന്നവർ, അതുതന്നെ സിസ്റ്റ് ഉള്ളവരെ, മുഴയുള്ളവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോഴേറ്റ് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇപ്പോൾ ദർശനത്തിൽ കാണിച്ച രോഗങ്ങള്, ദശ വളരുന്ന രോഗങ്ങള്, കർത്താവേ, ശരീരം പഠിച്ചു ചെയ്യുന്ന രോഗങ്ങള്, കർത്താവേ, ഞരമ്പുകൾ വീക്കമാകുന്ന രോഗങ്ങൾ, കർത്താവേ, ദശ വളരുന്നത് കാരണം ശരീരത്തിലെ രോഗം അനുഭവിക്കുന്നവരെ, നാസികയിലെ രോഗം അനുഭവിക്കുന്നവരെ, ശരീരം തളരുന്നവരെ, അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അങ്ങ് കഴുകണമേ. വെള്ളം കാലു മുതൽ ഉച്ചവരെ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. നന്ദി പറയുന്നു. സദയം സുഖമായി അരികിൽ വരണേ, സദയം സുഖമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കഴുത്തിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കഴുത്തിന് വേദനയുള്ളവരെ, കഴുത്തിലൂടെ പോകുന്ന ഞരമ്പുകൾക്കും അന്നനാളങ്ങൾക്കും തൊണ്ടയ്ക്കും എല്ലാം വീക്കമുള്ളവരെ, ഇൻഫെക്ഷൻ ഉള്ളവരെ, അവിടെ എന്തെങ്കിലും ബ്ലോക്കുകളോ തടസ്സങ്ങളോ ഉള്ളവരെ, അവിടെ ക്യാൻസർ ഉള്ളവരൊക്കെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട കർത്താവെ. ഇപ്പോഴും കഴുത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ അത്താറെ സമർപ്പിക്കുന്ന കർത്താവ് അവർക്ക് പൂർണ്ണമായി സൗഖ്യപ്പെട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ കർത്താവിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് യേശു നാമത്തിൽ കൽപ്പിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. അരികിൽ വരണേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്പോണ്ടിലോസിസ് സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നടുവേലിൻ്റെ അറ്റം പിൻകഴുത്തിൽ വന്ന് എത്തും സ്ഥലത്ത് ബൾജ് ചെയ്ത് നീക്കുന്നവർ, കഴുത്തനക്കാൻ പാടില്ലാതിരിക്കുന്നവർ, കഴുത്തിന് ഭയങ്കര പൊള്ളുന്ന പോലെ വേദനയുള്ളവർ, ഞരമ്പുകൾ എപ്പോഴും പൊള്ളുന്ന പരസ്പരം ഉരയുന്ന കാരണം ഞരമ്പ് വേദനയുള്ളവർ, അതുപോലെ നടുവേദനയുള്ളവർ, കശേരികൾ തേഞ്ഞു പോകുന്നവർ, നടുവേലിലെ അസ്ഥികൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ഞരമ്പ് അതുപോലെ കുടുങ്ങിപ്പോയവർ, അതിൻ്റെ പേര് തറച്ചുള്ളവർ, കിടന്നു പോയവരെല്ലാം കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ശ്രുതികെട്ട കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവ് ഓരോ ഞരമ്പിനെയും അസ്ഥികളെയും പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വലിയ ശക്തി അവർക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈശോ നിന്റെ തിരുവറുവാറുന്ന വലതുകരം അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, അമ്മ ഓരോ രോഗികളെ സ്പർശിക്കുന്ന പോലെ കർത്താവേ ഈ മക്കളെ സ്പർശിക്കണമേ. ഞരമ്പ് കുടുങ്ങിപ്പോയവരെ, ഞരമ്പ് അടഞ്ഞു പോയവരെ, ഞരമ്പ് ബ്ലോക്ക് ചെയ്തവരെ, ജാമായി പോയവരെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള് ഈ നിമിഷം സൗഖ്യമാകട്ടെ. അരികിൽ വരണേ, ഒരുമിച്ച് പാടുക. ശ്വാസകോശ രോഗികളെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നെഞ്ചിന് വേദനയുള്ളവർ, ഹൃദയത്തിന് ബ്ലോക്ക് ഉള്ളവർ, അതുപോലെ തന്നെ കരളിലെ വീക്കമുള്ളവർ എല്ലാം ആ ഹൃദയത്തിലും കരളിലും കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. കരളിന് താഴെ പാങ്ക്രിയാസ് വിഷമുള്ളവർ, രോഗമുള്ളവർ, കടുത്ത ഷുഗർ രോഗികളെല്ലാം പാങ്ക്രിയാസിന് ഇവിടെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കടുത്ത ഉദര രോഗികൾ, അതുപോലെ ഗ്യാസിൻ്റെ സംഭ്രമങ്ങളുള്ളവർ, ഉറക്കമില്ലാത്തവർ, ഉറക്കം വരാത്തവർ, അവരെല്ലാം ഉദരത്തെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രഷർ കൂടിയവർ, പ്രഷർ കുറഞ്ഞവർ, അവർ ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവെ നിൻ്റെ ഉന്നതമായ നാമത്തിൽ അടിയം പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ കൃപാസ്ഥാനത്താരും ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടതുപോലെ ഓരോ രോഗദുരന്തങ്ങളും വ്യക്തി ദുരന്തങ്ങളും അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇപ്പോഴും മക്കളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉള്ള മക്കൾ കർത്താവെ ദുർനടപ്പുകാരായവരും ചീത്ത ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠനങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരും മറ്റു തരത്തിലുള്ള കമ്പ്യൂട്ടർ പ്ലേയിലൊക്കെ എല്ലാം ഇരുന്നു കൊണ്ട് അവർക്ക് ദൈവത്തെയും അതുപോലെ തന്നെ മനുഷ്യനെയും മാനിക്കാതെ അംഗീകരിക്കാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ വീഡിയോ ഗെയിംസ് അകപ്പെട്ടു പോയവർ, കമ്പ്യൂട്ടർ പ്ലേയിൽ അകപ്പെട്ടു പോയ മാനസിക രോഗികളായി മാറിയ കുഞ്ഞുങ്ങൾ, അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ ഇപ്പോൾ സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവർക്ക് തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിയുടെ അടയാളത്തിൽ മാരകമായ ജീവിത ദുരിതങ്ങളെ, തടസ്സങ്ങളെ കർത്താവിന്റെ നാമത്തിൽ, മനോരോഗങ്ങള്, ആന്തരിക ബന്ധനങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അരികിൽ വരണേ, സദയം തുണേണേ സുഖമായി. പ്രിയമക്കളെ, ജോലിയില്ലാത്തവര് അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ് ഒത്തിരിയേറെ A+കാർ 8, 9, 10 ഒക്കെ A+ കിട്ടിയ ആൾക്കാരുണ്ട്. പക്ഷേ ഒത്തിരി പേര് ഗവൺമെൻറ് A+ കൊടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ഈ കൊറോണ കാലത്ത് ഒരു കൺസെഷൻ പോലെ ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടുമെന്നൊരു പിടിയില്ല. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഈ വിഷയത്തിൽ ഭയങ്കര ആശങ്ക ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. അവരുടെ തീരുമാനങ്ങൾ കറക്റ്റായിരിക്കണം. അവരെടുക്കുന്ന സബ്ജക്റ്റും ഗ്രൂപ്പും എല്ലാം കൃത്യമായിരിക്കണം. അതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ടെസ്റ്റ് കഴിഞ്ഞവർ, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മ ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞത്, എൻ്റെ അമ്മ രക്ഷിച്ചു 5 മിനിറ്റ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തതാണ്. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ മേലാൾ ബോസ് പറഞ്ഞു 5 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ ഈ ജോലി വേറെ ആൾ കൊണ്ടുപോയണമെന്ന്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അവർ സാക്ഷ്യപ്പെടുത്തി ഇതാണ്, ഉടമ്പടി എടുത്തു കഴിഞ്ഞ്
കഴിഞ്ഞപ്പോൾ ആരോ എനിക്കുണ്ട് എന്നുള്ള ബോധ്യമൊക്കെ തോന്നിയെന്നാണ്. ദൈവവേദന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ കൃപാസ്ഥാനത്താർ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് ഉള്ള ആളാണ്. അവർ നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾ, തൊഴിൽ മേഖലകൾ, അതുപോലെ തന്നെ വിദേശ ജോലിക്ക് പോകുന്നവർ, വരുന്നവർ, അതിനുവേണ്ടി ഒരുങ്ങുന്നവർ, അതിൻ്റെ പരീക്ഷകൾ, അതിൻ്റെ വിസ, അതുപോലെ തന്നെ OIT പരീക്ഷകളുള്ള നൈപുണ്യ പരീക്ഷകൾ, അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, കർത്താവ് ജോലി നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, വാടക താമസിക്കുന്നവർ, സ്ഥലമില്ലാത്തവർ, സാമ്പത്തികമായി തകർന്നവർ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഇതുപോലുള്ള എല്ലാ മുഴുവൻ ജീവിത ദുരിതങ്ങൾ ഈശോയുടെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. പുതുവീഞ്ഞായി രൂപാന്തരപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരെ സുഖമായിടും